ഗൈസ്, അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എവർക്കും സ്വാഗതം. രാവിലെ തന്നെ ഒരു വ്ളോഗ് എടുക്കുന്നത് വേറെ ഒന്നുണ്ടല്ലോ ഗൈസ്. ഇന്ന് കോളേജിൽ പോവുകയാണ്. അപ്പോൾ എക്സാം ആയിരുന്നു ഇതിൻ്റെ ഇടയ്ക്കൊക്കെ. എക്സാമൊക്കെ ഇനിയുണ്ട്, ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ട് എക്സാം അടക്കുകയാണ്. അപ്പോൾ എക്സാം ഉണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ കോളേജിൽ പോയിട്ട് റെക്കോർഡ് വയ്ക്കാൻ പോവുകയാണ്. അതിൻ്റെ ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ച്. പിന്നെ വീക്കെൻഡ് വ്ളോഗൊക്കെ ഇട്ടിട്ട് ഏകദേശം ഒരു മാസം ആയെന്ന് തോന്നുന്നു ഗൈസ്. കാരണം വേറെ ഒന്നുണ്ടല്ല, എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യം തന്നെയാണ്, തിരക്കാണ്, അതോടൊപ്പം എക്സാം. പിന്നെ കൺസിസ്റ്റൻസി ആയിട്ട് എനിക്ക് ആ വീക്കെൻഡ് വ്ളോഗ് ഇടാൻ പറ്റുന്നില്ല. ഇപ്പം ഒരു മാസം ആയെന്ന് തോന്നണം വീക്കെൻഡ് വ്ളോഗൊക്കെ ഇട്ടിട്ട്. എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, ഇനി അടുത്ത് ശ്രദ്ധിക്കുമെന്ന് വ്ളോഗ് ഇടാനായിട്ട്. അപ്പോൾ എന്തായാലും ഇപ്പോഴും ആ ഡയലോഗിന് ഞാൻ വീണ്ടും പഠിക്കുകയാണ്, ശ്രമിക്കും, പറ്റുകയാണെങ്കിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എന്തായാലും കഴിഞ്ഞ 2 വീഡിയോ നമ്മൾ എഡിറ്റിംഗ് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലാത്തവർ അത് പോയി കാണുക. ഓണത്തിനൊക്കെ കിടിലം പോസ്റ്ററൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഞാൻ ഫ്രഷ് ആയിട്ട് നേരെ കോളേജിൽ പോകണം, റെക്കോർഡ് വയ്ക്കാം, സുവോളജി റെക്കോർഡ് വയ്ക്കാം. അതാണ് ഇന്നത്തെ ടാസ്ക്. നന്നായിട്ട് പറഞ്ഞതായിരുന്നു. ഫ്ലാഷ് അടിച്ചേർത്ത് ഇല്ലായിരിക്കും, ഇങ്ങനെ നമ്മൾ മറച്ചു അല്ല എന്റെ റെക്കോർഡ് എല്ലാം കിടിലായിട്ട് ഞാൻ അവരെ ചേച്ചി എല്ലാം കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും. അത് കുഴപ്പമില്ല, അവര് ഇവിടെ പകുതി ഒപ്പിട്ട് അവരിനി പറയുമ്പോൾ അത് നല്ല കെയർ എടുക്കണം, ബാക്കി എഴുതേണ്ടി വരും. അവര് 7 മതി എന്നല്ലേ പറഞ്ഞ്. 1 2 3 4 5 ഇതൊക്കെ അവരൊപ്പിട്ട് ജീന് ആരെ കാണിച്ചേ? ഇതൊക്കെ മതി. ടെസ്റ്റ് കിടന്ന ആ സാധനമാണ്. പാമ്പൊന്നും കണ്ട തവള കുഴപ്പമില്ലല്ലോ അല്ലേ? ആടെ മതി, അഴുക്കാതെ വെച്ചിരിക്കണം. എന്തിനത്? ടെസ്റ്റ് ഉണ്ടെങ്കിൽ അച്ചെടുത്താ പോരായിരുന്നു. ഇത് ലോക്കായി കിടക്കുകയാണ് മൊബൈൽ. ഇങ്ങനെയാണ് ഞാൻ 2 പ്രാവശ്യം ഡിസ്പ്ലേ മാറ്റിയത്. വീട്ടിൽ നിന്നൊക്കെ എഴുതണ്ടേ? ഗൈസ് ബ്ലഡ് നല്ല നടക്കോടായി ഉണങ്ങാൻ വെച്ചിരിക്കുക ഗൈസ്. ഉണങ്ങട്ട് 5 രൂപയും കൊണ്ട് മുട്ടായി വാങ്ങാൻ പോകണമെന്നോടാ എനിക്ക് തോന്നി. $5 ഉള്ളൂ. അല്ല ഇത് നമ്മളെ അല്ല ഓരോന്നും ചെല്ല. അതറിയിച്ച് അതൊന്നും പറ്റൂല. പോവാ കാണിച്ചിന് വേണ്ടി മാത്രമേ പൈസ കൊണ്ടുവരുള്ളൂ. ഗൈസ് അങ്ങനെ ക്ലാസ് എല്ലാം കഴിഞ്ഞ് നമുക്കിന്ന് ഉച്ചവരെ ഉണ്ടായിരുന്നുള്ള ലാബായിരുന്നു ഫുൾ ടൈം. ലാബ് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കാൻ ബാക്കിയുള്ളവർ പോയി. അപ്പോൾ ഞാൻ ഇന്ന് ഫുള്ള് സർട്ടിഫൈ ചെയ്ത് വാങ്ങിച്ചു റെക്കോർഡ്. ബാക്കിയുള്ളവർ അവിടെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, എഴുതാൻ പോവുകയാണ്. പിന്നെ ക്യാൻറ്റീനിൽ പോയി മാസം ജോലിയില്ല മുട്ടായി മാറ്റി കഴിച്ചുകൊണ്ടിരിക്കുന്നു. കണ്ടില്ലേ, കറങ്ങണ കസാരുണ്ട് ഗൈസ് നമ്മുടെ ക്ലാസ്സിൽ, പക്ഷേ എടുത്താൽ പോവും. ഗൈസ് ഇന്നലെ മാസ് കാണിച്ച് ചെറിയ ഒരു സ്റ്റോറി ഇട്ടിരുന്നു. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോട്ടിഫൈയിൽ പ്ലേ ചെയ്ത ഫുൾ റെക്കോർഡ് എഴുതിയതായിരുന്നു, പക്ഷേ കോപ്പാണ്. അപ്പം ആദ്യം എഴുതി വെച്ചിട്ട് മാസ് കാണിച്ച് സ്റ്റോറി ഇട്ട്. എത്ര മണിക്ക് എഴുതിയ? 1 മണിക്ക്. എല്ലാവരും എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. മാസ് തന്നെ ഇന്ന് കട്ട് ചെയ്തെടുക്കണ്ടേ ഇടായി? എത്ര പേപ്പർ ഇത്? ഇവർ എഴുതിട്ട് ഗൈസ്. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ 3rd ഇയർ ക്ലാസ്. പ്രൊജക്ടറുണ്ട് ഗൈസ്, ലാപ്ടോപ്പൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സംഭവമുണ്ട്. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ 3rd ഇയർ ക്ലാസ്. ഈ ഗൈസ് അപ്പോൾ അങ്ങനെ കോളേജിൽ പോയിട്ട് വന്നതിന് ശേഷം ഒരു മീഷോയിൽ നിന്ന് ഒരു ഷർട്ട് വന്നിട്ടുണ്ട് ഗൈസ്. അത് ഒന്ന് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം. ഒന്നല്ല 2 ഷർട്ടാണോ? ഒന്ന് എനിക്കൊന്ന് ജാനാണ്.
കണ്ടില്ലേ ഗൈസ്, ഇതെനിക്ക് ഇതവന് ബ്ലാക്കും ഒരു നീല പോലത്തെ. പറഞ്ഞാലും നാളെ എൻ്റെ ബർത്ത്ഡേ ആണ്, അതുകൊണ്ട് വീട്ടുകാർ മനസ്സിലാക്കി. കട്ടിയില്ല, ക്ലോത്ത് കട്ടിയില്ല കേട്ടാ, എന്നാലും കുഴപ്പമില്ല, കളർ കൊള്ളാം. ഹേ ഗൈസ്, അപ്പോൾ ഇപ്പം ഒരു സമയം ഒരു 2:30 ആയിട്ട് ഗൈസ്. അപ്പോൾ രാവിലെ ഫുള്ളി വീഡിയോ എല്ലാം എഡിറ്റ് ചെയ്തിട്ട് ചെറുതായിട്ട് കിടന്ന് ഉറങ്ങി. അപ്പോൾ ഇപ്പം ഒരു 2:30 ആയിട്ട് ആയപ്പോൾ എണീറ്റ്. ഗൈസ്, ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്, അതായത് 6/8/2004 ഞാൻ ജനിച്ചതാണ് ഗൈസ്. അപ്പോൾ അങ്ങനെ എനിക്ക് 21 വയസ്സ്. വർഷങ്ങൾ പോകുന്ന പൊക്കെ. അപ്പോൾ ഇന്ന് വേറെ പരിപാടിയൊന്നും ഇല്ലായിരുന്നു. മെയിനായിട്ട് എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ കോളേജിൽ ക്ലാസ് ഉണ്ടായിരുന്നു, അപ്പോൾ ക്ലാസ് ഉണ്ടാവുമായിരുന്നു. അപ്പോൾ ഇപ്പം ക്ലാസ് ഇല്ല, കാരണം എക്സാം കിടക്കുകയാണ്. ഇനി ഒരാഴ്ച സ്റ്റഡി ലീവാണ്, കാരണം എക്സാം ഇതിൻ്റെ ഇടയ്ക്ക് 2 സബ്ജക്റ്റ് മാറ്റിയായിരുന്നു, ലാംഗ്വേജ്. അപ്പോൾ അത് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് എക്സാം. അപ്പോൾ അല്ലെങ്കിൽ ഇപ്പം 5th സെമ്മിൻ്റെ ക്ലാസ് തുടങ്ങുമായിരുന്നു. അപ്പോൾ അങ്ങനെ വലിയ സെലിബ്രേഷൻ പരിപാടിയൊന്നുമില്ല. അങ്ങനെ ഇന്ന് അങ്ങനെ വേറെ ഒന്നും ഇല്ല. എഡിറ്റിങ് ഒരു സാധാരണ ദിവസം. അതാണ് ഇന്നത്തെ ഒരു വീഡിയോ. 6/8/2004 ഞാൻ ജനിച്ചതാണ്. ഞാൻ 21 വയസ്സ്. ഇത് ചെയ്യാൻ ഇന്നലെ നമ്മൾ ലാബ് ഒക്കെ റെക്കോർഡൊക്കെ കറക്റ്റ് ചെയ്യാനുണ്ടായിരുന്നു. ലാബും ഉണ്ടായിരുന്നു, റെക്കോർഡ് കറക്റ്റ് ചെയ്യാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് വീണ്ടും ഇന്ന് രാവിലെ 2 വീഡിയോ എഡിറ്റ് ചെയ്ത് ഗൈസ്. ഇനി ബാക്കി വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്. ചുമ്മാ ഒന്ന് ഡോക്യുമെൻ്റ് ആക്കി വെക്കാമെന്ന് വിചാരിച്ചു ഈ വീഡിയോസൊക്കെ. ഇനി വർഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇതൊക്കെ കയറി കാണുമ്പോൾ അത് വേറെ ഒരു ഇതാണല്ലോ ഏത്. അപ്പോൾ എന്തായാലും എന്തെങ്കിലുമൊക്കെ നടക്കണമെങ്കിൽ കാണിച്ചു തരാം ഗൈസ്. പിന്നെ ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു ഗൈസ്. അപ്പോൾ അങ്ങനെ കോളേജിൽ ഓണം 26-27 തോന്നണം, അങ്ങനെ ഒരു കാര്യം അറിഞ്ഞായിരുന്നു. അപ്പോൾ എന്തായാലും നോക്കാം. മിക്കവാറും ഞാൻ ഓണം കാണാൻ ചാൻസ് കുറവാണ് കോളേജിൽ. എനിക്ക് 27-ാം തീയതി ക്യാമ്പ് ഉണ്ടെന്ന് തോന്നണം. അത് കൺഫേം ആയില്ല. 27-ാം തീയതി എന്നാണ് ഞാൻ അറിഞ്ഞത്. 27-ാം തീയതി ക്യാമ്പ് ഉണ്ടെങ്കിൽ ഞാൻ ക്യാമ്പിന് പോകും, അല്ലെങ്കിൽ കോളേജിൽ ഓണപ്പരിപാടി ഉണ്ടാവും. അപ്പോൾ എന്തായാലും 27-ന് ഞാൻ ക്യാമ്പിന് പോയാലും എനിക്ക് 26-ാം തീയതിക്കുള്ള കോളേജിലെ പരിപാടിക്ക് പോകാൻ പറ്റും. അങ്ങനെ ഒരു ദിവസം കിട്ടും. അപ്പോൾ ലാസ്റ്റ് ഓണം കോളേജിലതെ. എന്തായാലും അത് ആ വ്ളോഗിൽ കാണാം. എന്തായാലും ഇപ്പോഴെങ്കിലും എനിക്ക് ക്യാമ്പിൻ്റെ വ്ളോഗ് എടുക്കണമെന്നുണ്ട്. അപ്പോൾ അവിടെ മൊബൈൽ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ കഴിഞ്ഞ ക്യാമ്പിൽ എൻ്റെ കയ്യിൽ ഫുൾ ടൈം 24 മണിക്കൂർ എൻ്റെ കയ്യിൽ മൊബൈൽ ഉണ്ടായിരുന്നു. അത് എനിക്ക് പെർമിഷൻ ഉണ്ടായിരുന്നു വീഡിയോ എടുക്കാൻ, ഫോട്ടോ എടുക്കാൻ. പിന്നെ ഞാൻ വ്ളോഗ് ആക്കിയില്ല. എന്ത് കഴപ്പ്. എന്തായാലും വീഡിയോ എടുക്കാൻ പറ്റുകയാണെങ്കിൽ ക്യാമ്പിൻ്റെ വ്ളോഗ് ആയിട്ട് വരും ഗൈസ്. ഇതൊക്കെ അല്ലേ ഒരു മെമ്മറി ഗൈസ്. അപ്പോൾ ഇപ്പം ഒരു 7:30 കഴിഞ്ഞിട്ടുണ്ടേ. എനിക്കിപ്പോഴാണ് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്, ഹാപ്പി ബർത്ത്ഡേ. എൻ്റെ എല്ലാ അക്കൗണ്ടിൽ നിന്ന് വന്നിരിക്കുകയാണ്. എൻ്റെ ഇപ്പോൾ ഇതിൽ തന്നെ ഒരു 4-5 അക്കൗണ്ട് ഉണ്ട്. എല്ലാത്തിലും ഒരേ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തിരിക്കുന്നതുകൊണ്ട് എല്ലാം ഇതാ വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴാണ് എനിക്ക് മെസ്സേജ് അയക്കുന്നത്. ഇവരെങ്കിലും ഉണ്ടല്ലോ മെസ്സേജ് അയക്കുക. ഇത് നമ്മുടെ കോളേജിൻ്റെ പേജ്, അതിലും എൻ്റെ നമ്പർ തന്നെയാണ് കൊടുത്തത്, എൻ്റെ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്. അപ്പോൾ അതിലും നോട്ടിഫിക്കേഷൻ വന്ന് നടക്കണം. പിന്നെ ഇപ്പം എൻ്റെ വ്ളോഗ് അക്കൗണ്ടാണ് തോന്നുന്നത്, അതിലും നോട്ടിഫിക്കേഷൻ വന്ന് നടക്കണം. ഗൈസ്, അപ്പോൾ കുറച്ച് എഡിറ്റിംഗ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എൻ്റെ സ്റ്റുഡിയോയിലല്ല ഞാൻ ഇപ്പം എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്റ്റുഡിയോയിൽ ഒരു ഗസ്റ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചേട്ടൻ്റെ റൂമിലോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അവൻ ഇവിടെ ഇല്ല, അവൻ കോട്ടയത്ത് വയ്ക്കുകയാണ്. അപ്പോൾ ഞാൻ അവൻ്റെ റൂമിൽ ഇരുന്നാണ് ഇപ്പം വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യണതും എല്ലാം ഇപ്പം ഇവിടെ തന്നെയാണ്. അപ്പോൾ ഫുള്ള് അറേഞ്ച് ചെയ്തിട്ടില്ല, ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് ഇപ്പോൾ ഓപ്പൺ ആയിട്ട് ഇട്ടിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാം വാരി പറകിയൊക്കെ ഇട്ടിരിക്കുകയാണ്. കണ്ടില്ല, ലൈറ്റ് എല്ലാം സെറ്റപ്പ് ഫുള്ള് തട്ടിക്കൂട്ട് പരിപാടിയാണ്. പിന്നെ ഞാൻ കുറച്ച് കെമിസ്ട്രി റെക്കോർഡൊക്കെ എഴുതിക്കൊണ്ടിരുന്നു. പിന്നെ പുതിയൊരു ട്രൈപോഡ് ഞാൻ അൺബോക്സിങ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതൊരു പുതിയതായിട്ട് എടുത്തതാണ് കേട്ടോ. സംഭവം കുഴപ്പമില്ല. വ്ളോഗിങ് യൂസിന് വേണ്ടിയിട്ട് എടുത്തതാണ്. ഇത് നമുക്ക് ചെറുതാക്കാൻ പറ്റും. ഞാൻ ആക്കുന്നില്ല, കൈ വാക്കില്ലാതെ എണീക്കണം. പിന്നെ ഇത് നമ്മുടെ ബ്ലൂടൂത്ത് ആണ്. ബ്ലൂടൂത്ത് വെച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. സംഭവം കൊള്ളാം കേട്ടോ. ഇത് സംഭവം നൈസ് ട്രൈപോഡാണ് ഇത്. നമുക്ക് ഇതേപോലെ ഇത് മെയിനായിട്ട് ഇങ്ങനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. നമുക്ക് വ്ളോഗ് ചെയ്യാനായിട്ട് അത് നൈസാണ്. ഞാൻ വേറെ വ്ളോഗിലൊന്നും പറഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇത് നമുക്ക് എവിടെയെങ്കിലും ഇത് കുത്തി വെച്ചിട്ട് ഫോട്ടോ എടുക്കണമെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ബ്ലൂടൂത്ത് ഓൺ ആക്കി വെച്ചിട്ട് സെറ്റ് ചെയ്താൽ മതി. സംഭവം നൈസാണ്.
ഉപയോഗമുണ്ട്. പിന്നെ നമുക്ക് എൻ്റെ ഇടുപ്പ് വരെയുള്ള പൊക്കം ഇതിൽ കിട്ടും. അത് ഞാൻ ആക്കുന്നില്ല. ഇപ്പം ഒരു കയ്യിൽ മൊബൈലും ഒരു കയ്യിൽ ഇരിക്കുന്നതുകൊണ്ട് നടക്കൂല. പിന്നെ ബാക്കിയെല്ലാം എൻ്റെ സ്റ്റുഡിയോയിലാണ് സാധനങ്ങളൊക്കെ ഇരിക്കുന്നത്. അതൊന്നും ഞാൻ എടുത്ത് ഇവിടെ സെറ്റ് ചെയ്തിട്ടില്ല. ഇനി വ്ളോഗും വരും കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വ്ളോഗ് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ചെയ്യുക ഗൈസ്. അപ്പോൾ ഇനി അടുത്തൊരു കിള്ളം ലിസ്റ്റ് ഉള്ളത് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ. ഇറ്റ്സ് മീ ജിഷാൽ സൈനിങ് ഔട്ട്.